72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ഇന്ന് പ്രഖ്യാപിക്കും. മലയാളത്തിൽ നിന്ന് ഭ്രമയുഗം, മഞ്ഞുമ്മൽ ബോയ്സ്, കിഷ്കിന്ധാ കാണ്ഡം തുടങ്ങിയ ചിത്രങ്ങൾ അവാർഡിനായുള്ള പ്രധാന മത്സരത്തിലുണ്ട്. മികച്ച നടനുള്ള പട്ടികയിൽ നമ്മുടെ സൂപ്പർ താരം മമ്മൂട്ടി കൂടി പരിഗണിക്കപ്പെടുന്നുണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. സായി പല്ലവി, ആലിയ ഭട്ട് എന്നിവരുൾപ്പെടെ മികച്ച നടിമാരുടെ പട്ടികയിലുണ്ട്. സംവിധായകൻ ജയരാജാണ്, മലയാളി കൂടിയായ സംവിധായകൻ ജയരാജാണ് 11 അംഗ ജൂറിയുടെ ചെയർമാൻ. ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അതാണ്. ഹരി വിവരങ്ങളുമായി ചേരും. ഹരി, മമ്മൂട്ടിക്ക് ഒരു ദേശീയ അവാർഡ് കൂടി മലയാളത്തിന് അഭിമാനമായി എത്തുമോ എന്നതാണ് നമ്മൾ ചോദിക്കുന്നത്. ഇപ്പോൾ മമ്മൂട്ടിക്കൊപ്പം മത്സരരംഗത്ത് ആരാണുള്ളത്? ഭ്രമയുഗത്തിലെ മമ്മൂട്ടിയുടെ അഭിനയം അത് താരതമ്യമില്ലാത്തതാണ്. തീർച്ചയായും രഞ്ജിത്ത്, നമ്മൾ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ മമ്മൂട്ടിക്ക് മികച്ച നടൻ കിട്ടുമ്പോൾ തന്നെ ഭ്രമയുഗം എന്ന സിനിമ സംസാരിക്കപ്പെടുന്നതാണ്. ഇപ്പോൾ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലും മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള പട്ടികയിൽ, സാധ്യതാ പട്ടികയിൽ മമ്മൂട്ടി ഉണ്ട് എന്നത് മനസ്സിലാക്കുന്നു. ഭ്രമയുഗത്തിലെ കുടുംബൻ പോറ്റി എന്ന കഥാപാത്രത്തെ തന്നെയാണ്. അതോടൊപ്പം തന്നെ ദിൽജിത്ത് ദുസാങ്, അമർ സിംഗ് ചംകീല എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ദിൽജിത്ത് ദുസാങ്ങും പ്രധാനപ്പെട്ട കണ്ടന്ററായിട്ട് നിൽക്കുന്നുണ്ട്. പുഷ്പ 2-ൽ അല്ലു അർജുൻ നിൽക്കുന്നുണ്ട്. അങ്ങനെ പുഷ്പയിൽ മികച്ച നടനായിട്ട് അല്ലു അർജുൻ തെരഞ്ഞെടുക്കപ്പെട്ടതാണ്. പുഷ്പ 2-ഉം 2024 സെൻസർ ചെയ്ത സിനിമയാണ്. പുഷ്പ 2-ലും അല്ലു അർജുൻ ഒരു കണ്ടന്ററായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാധ്യതയുണ്ട് മികച്ച നടന്മാരുടെ പട്ടികയിൽ. രാഘവ് ജിയിലുണ്ട്. അങ്ങനെ ഒരു സാധ്യത ആണ് നമുക്ക് മികച്ച നടന്മാരുടെ പട്ടികയിൽ കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് തമിഴ് സിനിമാ മേഖലയിൽ ഉൾപ്പെടെ ശിവകാർത്തികേയൻ, അമരൻ എന്ന ചിത്രത്തിലൂടെ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു സൗത്ത് ഇന്ത്യ പ്ലസ് ബോളിവുഡ് രണ്ട് തമ്മിലുള്ള ഒരു കടുത്ത മത്സരം നമുക്ക് കാണാൻ സാധിക്കും. ചില സമയത്തൊക്കെ പൂർണ്ണമായും ബോളിവുഡ് ഏറ്റെടുക്കുക, അല്ലെങ്കിൽ ചില സമയം പൂർണ്ണമായും സൗത്ത് ഇന്ത്യൻ സിനിമയിലേക്ക് പോവുക, ഇങ്ങനെയായിരിക്കും. പക്ഷേ ഇത്തവണ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് നടിമാരിൽ പരിണീതി ചോപ്ര മുന്നിട്ട് നിൽക്കുകയാണ്. അതും അമർ സിംഗ് ചംകീല എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. മെൽബണില് ഫിലിം ഫെസ്റ്റിവൽസിൽ ഉൾപ്പെടെ അമർ സിംഗ് ചംകീല ഭയങ്കരമായ മുന്നേറ്റം കാഴ്ചവെച്ചിരുന്നു. 2024 നാഷണൽ അവാർഡ്സിലും അത് ശ്രദ്ധിക്കപ്പെടും എന്നുള്ള വിശ്വാസ്യത ചിത്രത്തിന്റെ സംവിധായകനായ ഇംതിയാസ് അലി 2024 തന്നെ പങ്കുവച്ചിരുന്ന ഒരു കാര്യം കൂടിയാണ്. അദ്ദേഹത്തിന്റെ പുതിയ സിനിമയായ മേ വാപ്പസ് ആവുക ഇപ്പോഴും തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പുതിയ അമർ സിംഗ് ചംകീലിലേക്കും അവാർഡുകൾ കൂടി കിട്ടുകയാണെങ്കിൽ രണ്ടും ഒരേ മുതലും പോലെ രീതിയിൽ മുന്നോട്ട് വയ്ക്കാം. അത് ആ സിനിമയുടെ മാത്രം ഒരു കാറ്റഗറിയാണ്. പക്ഷേ കൽക്കി 2898 AD പോലൊരു ബ്രഹ്മാണ്ഡ സിനിമ റിലീസ് ചെയ്ത വർഷവും സെൻസർ ചെയ്ത വർഷം 2024 ഒരു പക്ഷേ ടെക്നിക്കല്, പ്രത്യേകിച്ച് മികച്ച VFX, മികച്ച കോസ്റ്റ്യൂംസ് തുടങ്ങിയ അവാർഡുകളൊക്കെ തന്നെ കൽക്കി 2898 AD എന്ന ചിത്രത്തിന് ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ ഏറെയാണ്. പ്രത്യേകിച്ച് ഫൈറ്ററാണ്, ഋത്തിക് റോഷൻ ചിത്രമായ ഫൈറ്ററാണ് കൽക്കിക്ക് ഒരു ഓപ്പണന്റ് ആയിട്ട് നിൽക്കുന്നത്. VFX ഒരു പക്ഷേ കൽക്കിക്കായിരിക്കും കൂടുതൽ സാധ്യത. പ്രഭാസിന്റെ ഒരു ബ്രഹ്മാണ്ഡ ചിത്രം കൂടിയായിരുന്നു കൽക്കി. അതിന് മികച്ച അവാർഡുകൾ കിട്ടാനുള്ള സാധ്യതകൾ ഏറെയാണ്. അമിതാഭ് ബച്ചനും മികച്ച കണ്ടന്ററായിട്ട് നിൽക്കുന്നുണ്ട്. നടിമാരുടെ കാറ്റഗറിയിലേക്ക് വരുമ്പോഴേക്കും അമരനിൽ തന്നെ സായി പല്ലവി മുന്നിട്ട് നിൽക്കുന്നുണ്ട്. ആലിയ ഭട്ട് ചിഗ്ര എന്ന സിനിമയ്ക്ക് വേണ്ടി മുന്നിട്ട് നിൽക്കുന്നുണ്ട്. പരിണീതി ചോപ്രയാണ് മറ്റൊരു കണ്ടന്ററായിട്ട് നിൽക്കുന്നത്. അങ്ങനെ എല്ലാ മികച്ച പ്രകടനങ്ങൾ അതിൽ ആർക്ക് കിട്ടുമെന്നുള്ള ചോദ്യം ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് മികച്ച സിനിമ കാറ്റഗറി. അതിൽ മലയാളത്തിൽ തന്നെ ഭ്രമയുഗം ഉൾപ്പെടെയുള്ള സിനിമകൾ വരുന്നുണ്ട്. കിഷ്കിന്ധാ കാണ്ഡം, മഞ്ഞുമ്മൽ ബോയ്സ് ഉൾപ്പെടെയുള്ള സിനിമകൾ, മഹാരാജ എന്ന തമിഴ് സിനിമ വിജയ് സേതുപതിയുടെ നായകനായിക്കൊണ്ട് മഹാരാജ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. ഇതുപോലുള്ള സിനിമകളും വരുന്നുണ്ട്. കൽക്കി 2898 AD അവിടെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല പല കാറ്റഗറീസ് ആയിട്ട് നിൽക്കുമ്പോൾ പോലും സൗത്ത് ഇന്ത്യൻ പ്ലസ് ബോളിവുഡ് സിനിമകൾ പ്രധാനപ്പെട്ട പല മത്സരത്തിലും മുന്നിട്ട് നിൽക്കുന്നുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. മലയാളത്തിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ആശ്വാസം, അല്ലെങ്കിൽ മമ്മൂട്ടിക്ക് മികച്ച നടൻ എന്നുള്ളൊരു അവാർഡ് കിട്ടാനുള്ള സാധ്യതകൾ ഏറെയാണെന്നുള്ള ചോദ്യമാണ്. എന്തായാലും ജയരാജാണ് ജൂറി ചെയർമാനായിട്ട് നിൽക്കുന്നത്. 2012-ലും ഇതിനു മുമ്പ് നാഷണൽ അവാർഡ്സിൽ ജൂറി ചെയർമാനിൽ നിന്ന് വ്യക്തി കൂടിയാണ് ജയരാജ്. ഇപ്പോൾ 24-ലെ ചിത്രങ്ങൾ സ്ക്രീൻ ചെയ്യുമ്പോഴും അദ്ദേഹം തന്നെ ജൂറിയായി മാറുന്നുണ്ട്. ഒരു മലയാളി സാന്നിധ്യം അത് കാരണം മലയാള സിനിമയിൽ കൂടുതൽ കിട്ടണമെന്നല്ല, പക്ഷെ എന്നാലും ഒരു ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു പക്ഷെ അത്രയധികം മികച്ച കണ്ടന്റ്സ് പിറന്ന ഒരു വർഷം കൂടിയാണ് 2024. പ്രത്യേകിച്ച് ഭ്രമയുഗവും മഞ്ഞുമ്മൽ ബോയ്സും ഒക്കെ ഇറങ്ങിയത് 2024 ഫെബ്രുവരി മാസത്തിലാണ്. ആ ഫെബ്രുവരി മാസം തന്നെയാണ് ഒരു പക്ഷെ ഗോൾഡൻ ടൈം പീരീഡ് ആയിട്ട് മലയാള സിനിമയിൽ കഴിഞ്ഞ ഒരു 3 വർഷത്തിനിടയിൽ പറയാനുള്ളത്. അത് ആ 2024 സിനിമകൾ സ്ക്രീൻ ചെയ്യപ്പെടുമ്പോൾ, അത് ഇന്ത്യൻ സിനിമയിലേക്കും കൂടി കാൽക്കുലേറ്റ് ചെയ്യപ്പെടുമ്പോൾ, അത് കൺവേർട്ട് ചെയ്യപ്പെടുമ്പോൾ അതുണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റിനെ കുറിച്ചാണ് ഉള്ളത്. പക്ഷെ നമുക്കറിയാം, പലപ്പോഴായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന സാധ്യതാ പട്ടികകളിലോ അവസാന ലിസ്റ്റിലേക്ക് വരുമ്പോൾ ചിലത് വരാറുണ്ട്, ചിലത് അപ്രതീക്ഷിതമായി നേടാറുമുണ്ട് അവാർഡുകൾ. ഇപ്പൊ കഴിഞ്ഞ തവണ ഉർവശിയും വിജയരാഘവനും ഒക്കെ അവാർഡ് കിട്ടിയതാണ്. ഇത്തവണയും അങ്ങനെ ഒരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കിഷ്കിന്ധാ കാണ്ഡത്തിനും വിജയരാഘവനുള്ള സാധ്യതകൾ ഏറെയാണ്. അങ്ങനെ തീർച്ചയായും അങ്ങനെ മമ്മൂട്ടി മഹാനടനാകുമോ, മമ്മൂട്ടി മികച്ച നടനാകുമോ എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് മലയാളികൾ. അതിനുള്ള സാധ്യതകൾ ഏറെയാണ് താനും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.